അതുകൊണ്ട് തന്നെ മക്കളെയൊക്കെ ചെറുപ്പം മുതൽ പരിശീലിപ്പിക്കേണ്ടത് ഇന്നതെനിക്ക് പറ്റൂല, എന്നതേ പറ്റൂ എന്നുള്ള രീതിയിലാവരുത്. നല്ല ശ്രദ്ധിക്കണം. രക്ഷിതാക്കളാണല്ലോ ഈ സദസ്സിലുള്ളവർ മൊത്തം. മോന് ചെറുപയർ പറ്റൂല, എന്തുകൊണ്ട് പറ്റൂല എന്ന് ചോദിക്കണം. ഒന്നുമല്ല പറ്റൂല, എന്നാൽ ഇന്നു മുതൽ പറ്റിയിരിക്കണം എന്ന് പറയണം. മോന് മത്സ്യം പറ്റൂല, പ്രത്യേകിച്ച് ചെറിയ ടൈപ്പ് സാധനങ്ങൾ, മത്തി, നെത്തോലി, നെറ്റൽ, വറ്റൽ, ഇതൊന്നും പറ്റൂല. എന്തുകൊണ്ട്? അല്ല പറ്റൂല തന്നെ, എന്നാ പറ്റണം എന്ന് പറയണം. നമ്മൾ ആലോചിച്ച് കുട്ടിയുടെ തലച്ചോറ് വികസിക്കാൻ ഏറ്റവും കൂടുതൽ ആവശ്യമാണ് ഒമേഗ 3 ഫാറ്റി ആസിഡ്. അത് ഏറ്റവും കൂടുതലുള്ളത് പ്രകൃതി ഇങ്ങനെ അത് കുഴച്ചുണ്ടാക്കിയതാണ് നമ്മുടെ മത്തിനൊക്കെ. ചെറിയ ചെറിയ മത്സ്യങ്ങൾ പ്രത്യേകിച്ചു. ചക്ക പറ്റൂല, പറ്റണം. പ്രത്യേകിച്ച് സീസൺ ഫ്രൂട്ട്സുകൾ. ഇപ്പൊ കോമാങ്ങക്കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടാകുന്ന കോമാങ്ങ, അത് ആ നാട്ടിൽ ഏറ്റവും സൂട്ടബിളായ സന്ദർഭത്തിൽ പടച്ച റബ്ബ് അതിനെ പുഷ്പിക്കുന്നു, കായ്ക്കുന്നു, പഴുക്കുന്നു. അസമയത്ത് അത് ഉപയോഗിക്കൽ എന്ന് പറഞ്ഞാൽ അവിടെയുള്ളവർക്ക് ഏറ്റവും ആരോഗ്യപ്രദമാണ്. ഞാനിനി ഓരോന്നും വിശദീകരിക്കുന്നില്ല. എവിടുന്നൊക്കെയോ കെമിക്കലൊക്കെ ചേർത്ത് കാർബൺ ഇട്ട് പഴുപ്പിച്ച് മാങ്ങ വന്നാൽ അത് പറ്റും. നമ്മുടെ നാട്ടിലുള്ള മൂവാണ്ടൻ നാടനല്ല, അതിനെന്ത് ഗുണമുള്ളത്? അല്ലെങ്കിൽ അതെങ്ങനെയെന്ന് വിചാരിക്കുക. മക്കളെയും നമ്മുടെ വീടുമായി നമുക്ക് ബന്ധമുള്ള ആരൊക്കെ ഉണ്ടോ, വിദ്യാർത്ഥികളടക്കം, ഹലാലായത് മിതമായ രീതിയിൽ കഴിക്കാൻ പ്രത്യേകം നമ്മൾ നിർബന്ധിപ്പിക്കണം. അത് പരിശീലിപ്പിച്ചു കൊണ്ടുവരണം. പരിശീലിപ്പിക്കാത്തതുകൊണ്ടാണല്ലോ പ്രശ്നം. പരിശീലനം വന്നു കഴിഞ്ഞാൽ ഈ വിരുദ്ധാഹാരങ്ങളൊന്നുമില്ലല്ലോ. ഇപ്പൊ നമ്മൾ ഈ ആയുർവേദ പുസ്തകങ്ങളൊക്കെ വായിച്ചു നോക്കും, പാൽ ടൈപ്പുകളും മത്സ്യം കൂടിയും ചേർത്താൽ വിരുദ്ധാഹാരം കൈവിഷം എന്നൊക്കെയാണ് അവർ പറയാം. പക്ഷേ പഞ്ചാബിലും ബംഗാളിലും മത്സ്യവും തൈരും ചേർത്തിട്ടുള്ള പ്രത്യേകമായ ഒരു വിഭവം ഉണ്ട്. അത് അവരുടെ ഏറ്റവും ആരോഗ്യപൂർണ്ണം. എന്തുകൊണ്ടാണ്? അതുകൊണ്ടാണ് കോട്ടക്കൽ ആയുർവേദശാലക്കാർ ഇറക്കിയ ഒരു പുസ്തകമുണ്ട്, വലിയ തടിച്ച. അതിൽ വിരുദ്ധാഹാരങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് ലാസ്റ്റ് പറയുന്നുണ്ട്, ഇത് പരിചയമില്ലാത്ത ആളുകൾക്കാണ് വിരുദ്ധാവല്. അതേ പദല്ല, അതിന്റെ ആശയം.